വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് ആവശ്യമായ കോഴ്സുകളെക്കുറിച്ച് മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മിനി എക്സ്പോ ശ്രദ്ധേയമായി. മാറിയ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകളെക്കുറിച്ച് അറിവ് നൽകുന്നതായിരുന്നു എക്സ്പോ. മാറുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും തുടർ പഠനത്തിന് ആവശ്യമായ കോഴ്സുകളെക്കുറിച്ചും അറിയാൻ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മിനി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ 2024 ശ്രദ്ധേയമായി. മാറുന്ന തൊഴിൽ സാധ്യതകളെ വിശദീകരിക്കുന്ന സെമിനാറുകൾ 2 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. സിവിൽ സർവീസ് അക്കാദമി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സർവീസ്, പോളിടെക്നിക്, ITI, എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങിയവയെക്കുറിച്ച് വിശദീകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നിരവധി സ്റ്റാളുകൾ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടിക്സ് പോലെയുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ വലിയ കമ്പനികളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം, മെഡിക്കൽ ഫീൽഡിൽ പോലും റോബോട്ടുകളെ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വരും കാലങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം വളരെയധികം കൂടുകയും ലേബർ ചാർജ് കുറച്ചിട്ട് കമ്പനികളെ കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസാണ് വിവിധ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മൾ ലേണിങ്ങിൽ പോലും കുട്ടികൾക്ക് സ്കൂളിൽ കരിക്കുലത്തിൽ പോലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സിബിഷൻസ് നടക്കുന്നിടത്ത് റോബോട്ടുകളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ടൂൾസുകളും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. AI ആൻഡ് ന്യൂ ട്രെൻഡ് ഇൻ കരിയർ, എഡ്യൂക്കേഷൻ അബ്രോഡ്, കരിയർ ആഫ്റ്റർ SSLC, കരിയർ ഇൻ കൊമേഴ്സ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, എൻട്രൻസ് എക്സാമിനേഷൻ ആഫ്റ്റർ +2, കരിയർ ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടക്കുന്നത്. എക്സ്പോ ശനിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.